സ്വാമികളുടെ പാട്ടുകളും പാടിയിട്ട് ഇഷ്ടംപോലെ പാട്ട് പാടിയിട്ടുണ്ട്. ഈ ഒരു പാട്ടുണ്ടല്ലോ, ഒരു ചിരി കണ്ടാൽ, ആ പാട്ടല്ലേ, അത് പാടാനായിട്ട് എന്നെ വിളിച്ചു. അത് പാടാനായിട്ട് വിളിച്ചപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഞങ്ങളുടെ അയ്യപ്പൻ്റെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുക. സ്വാമിയാണ് അതിന്റെ മ്യൂസിക്. അപ്പോൾ സുബയ്യ അവിടെ നിന്ന് വിളിച്ചു, മതേ നാളേക്ക് റെക്കോർഡിങ് സാറോടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ സുബയ്യ എങ്കിൽ സ്വാമിയുടെ റെക്കോർഡിങ് നടന്നിട്ട് ഇருக்கு. அப்படியா சரி நான் சார்ட்ட கேட்டுட்டு கூப்பிடுறேன் திருப்பி എന്ന് പറഞ്ഞു. അതിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല നീ അങ്ങേറ് സ്വാമി റെക്കോർഡിംഗ് തന്നെ വരവേണ്ട സ്വാമിയുടെ റെക്കോർഡിംഗ് അല്ല, നീ അവിടെ തന്നെ ഇരുന്നോ, വരണ്ടെന്ന്. കാരണം സ്വാമിയുടെ ശിഷ്യനാണ് രാജാ സാറ്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് കാരണം സ്വാമിയുടെ വർക്ക് നടക്കണോണ്ട് അത് തടസ്സപ്പെടുത്തണ്ട, നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാമിയുടെ പാട്ടുകൾ ഇത്രയും പാടിയിട്ടുള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പാട്ട് സ്വാമിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തത് ഒരു 4 ലൈൻസ് നമുക്ക് വേണ്ടി പാടിത്തരോ? തീർച്ചയായിട്ടും. ഇത് സ്വാമി സംഗീതം ചെയ്ത വാസുദേവം ഭജേ എന്ന ഒരു ആൽബത്തിലാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി, ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി, കരിമേഘ നിറമാകുമുണ്ണി, കരിമേഘ നിറമാകും ഉണ്ണി, കരുണതൻ കടലാകുമുണ്ണി, കരിമേഘ നിറമാകും ഉണ്ണി, കരുണതൻ കടലാകുമുണ്ണി, ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി, ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ളൊരു പാട്ടല്ലേ, നല്ല രസം കേൾക്കാനായിട്ട്. സ്വാമിയുടെ കൂടെ ആദ്യം വർക്ക് ചെയ്തത് ശിവചൈതന്യം എന്നുള്ള ഒരു ആൽബമാണ്, ശിവന്റെ ഭക്തിഗാനങ്ങൾ. ശിവചൈതന്യത്തിലെ പാട്ട് ആദ്യം തുടങ്ങുന്നത്, ആദ്യത്തെ പാട്ട് ഇതെങ്ങനെയാണ്, ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം ശുഭമായി തമ്പുരുവിൽ ശ്രുതി ചേർത്തു ശിവരഞ്ജിനിയിൽ ധ്യാനലയം, ഇങ്ങനെയാണ് ആ പാട്ട്. അപ്പൊ ഞാൻ ഈ ശിവശംഭോ എന്ന് പാടിയപ്പം അത് ആ ലൈൻ പാടിയപ്പോൾ തന്നെ സ്വാമി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് യേശു യേശു തന്നെ യേശു എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വന്നു. ഞങ്ങളൊക്കെ ശരിക്കും മധുചേട്ടനെ ശരിക്കും നോട്ടീസ് ചെയ്യാനുള്ള ഒരു വലിയൊരു കാരണം അതും കൂടിയാണ് കേട്ടോ. ചേട്ടൻ്റെ ഒരു ടോണൽ സിമിലാരിറ്റി, ദാസേട്ടനായിട്ടുള്ളൊരു ടോണൽ സിമിലാരിറ്റി, അതിപ്പോ പോസിറ്റീവ്, അതില് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ദാസേട്ടനെ ഇത്രയും ആരാധിക്കുന്ന ഒരു ഗായകൻ എന്നുള്ള നിലയിൽ ദാസേട്ടൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് സോങ് ഏതെങ്കിലും നമുക്ക് വേണ്ടി ഡ്യുവറ്റിൽ പാടിത്തരാമോ? തീർച്ചയായിട്ടും. നിറങ്ങളെ പാടൂ, നിറങ്ങളെ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത, നിറങ്ങളെ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത, നിറങ്ങളെ
പാടൂ മഴവിൽ കൊടിയിൽ അലിയും മറവിയ ആ ആ ആ ആ മഴവിൽ കൊടിയിൽ അലിയും മറവിയ മനസ്സിലെ ഈറന പരിമളമായി വിടരും ദളങ്ങളിൽ പൊഴിയും ലജ്ജയാൽ വിടരും ദളങ്ങളിൽ പൊഴിയും ലജ്ജയായി പൊഴിയും പൂമ്പൊടി മഴയുടെ ഈണമായി നിറങ്ങളെ പാടൂ അയ്യോ നിർത്തിയില്ലേ എന്നായിപ്പോയി. ആഹാ